മഞ്ഞപ്പൊടി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയോട് നമുക്ക് വെറുപ്പുണ്ടായിട്ട് എതിർത്തതല്ല. ആസൂത്രിതമായി സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉഹറവിയായ പണ്ഡിതന്മാര് രംഗത്ത് വന്നുകൊണ്ടിട്ടാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ഉത്സാഹിച്ചിട്ടുള്ളത്, അവര് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ പേരിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ആദ്യമായിട്ട് ഇവിടെ കേരളത്തിൽ 1957 ഒരു മന്ത്രിസഭ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ നിലവിൽ വരുന്നത്. നിങ്ങളുടെ അടുത്ത നാട്ടുകാരനായിരുന്ന EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ 2-2.5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസ് അല്ലാത്തൊരു മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. ഈ രൂപത്തിൽ ഇവിടെ ഭരണം പോയാൽ മറ്റു സ്റ്റേറ്റുകളും നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു KM ജോർജ് എന്ന് KC ജോർജ് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഭക്ഷ്യവകുപ്പ് മന്ത്രി. അയാൾ 1.5 കോടി റുപ്യന്റെ അരി കട്ടുമെന്നും പറഞ്ഞെങ്കിൽ ഒരു പ്രശ്നവും. അതുപോലെ ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്റെ പേരിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളെല്ലാം കൂടി വെച്ചിട്ടന്നൊരു വിമോചന സമരം അങ്ങോട്ട് നടത്തി. 1960 ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തില് വിമോചന സമരം നടന്നിരുന്നു. അന്ന് ലീഗിന് വേണ്ടിയിട്ട് വിമോചന സമരത്തെ സംബന്ധിക്കുകയും സ്കൂളിൽ സമരം ചെയ്തതിന്റെ പേരിൽ നെട്ടുമ്പോൾ അറുത്ത് അടി കിട്ടിയിട്ട് ഇപ്പോഴും അതിന്റെ വേദന മാറാത്തൊരു വ്യക്തിയാണ് ഈ ഉള്ളവൻ എന്നുള്ളത് ഇടയ്ക്ക് ഞാൻ പറയാം. ഏതെങ്കിലും ആവട്ടെ, 1960 കോൺഗ്രസും ലീഗും PSPയും മുക്കൂട്ട് മുന്നണിയായിട്ട് മത്സരിച്ചു. മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് വളർന്നിട്ടില്ല, അവർ മത്സരിച്ചു. ഭരണം ഈ മുക്കൂട്ട് മുന്നണിക്ക് കിട്ടി. ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതാ. ലീഗിന് അന്ന് 12 സീറ്റിൽ 11 സീറ്റും ലീഗ് വിജയിച്ചു. തിരുവനന്തപുരത്തെത്തിയപ്പം നെഹ്റു പറഞ്ഞു, അന്ന് നെഹ്റു പ്രധാനമന്ത്രിയായ കോൺഗ്രസ് സ്ഥാനത്തുള്ള വ്യക്തിയാ, നെഹ്റു പറഞ്ഞു ലീഗിനെ മന്ത്രിസഭയിൽ എടുക്കാൻ പാടില്ല, എന്നാൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തരീന്ന് ലീഗുകാര്. എന്നാ സ്പീക്കർ സ്ഥാനങ്ങൾ എടുത്തോളിയും. സ്പീക്കർ സ്ഥാനം ഗവർണർ സ്ഥാനം തന്നെ ഇങ്ങനെ കീറിത്തൊഴിഞ്ഞ മുസാഫ് പോലത്തെ ആളുകൾക്ക് കൊടുക്കാണ്ടാവും. ഓതാനും പറ്റൂല, ട്ടാളാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ചില നേതാക്കന്മാരുണ്ടാകുമല്ലോ, അവർ കൊടുക്കാനുള്ളതാണ് ഈ ഗവർണർ സ്ഥാനം, അതുപോലെ സ്പീക്കർ സ്ഥാനം എന്നൊക്കെ പറയുന്നത്. ഞാൻ തരതായിട്ട് പറയല്ലോ, എന്റെ പേരും അനാഷ്ട കേസ് കൊടുക്കുകയും വേണ്ട. ഏതായിരുന്നാലും കല്യാണത്തിന് വിളിച്ചിട്ട് ബിരിയാണി വിളമ്പുന്ന നേരത്ത് നിങ്ങൾക്ക് ബിരിയാണി തരൂല, എന്നാൽ കുറച്ച് വെറുംചോറ് നിങ്ങൾ തരീന്ന് അറിയണ്ടല്ലോ. അതുപോലെ ഇവര് സ്പീക്കർ സ്ഥാനം വാങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കി, 11 ആളുകൾ ലീഗിന്റെ ആളുകൾ ഉണ്ടായിട്ട് മൊയ്തീൻകുട്ടി എന്ന ബാബഹാജിയെ പോലുള്ള പക്കാ സുന്നികൾ ലീഗിന്റെ MLA-മാരുണ്ടായിട്ട് അന്ന് സ്പീക്കർ സ്ഥാനത്തേക്ക് കേരളത്തിൽ ആദ്യമായി ഭരണത്തിലേക്ക് നിർദ്ദേശിച്ചു കൊടുക്കുന്നത് കടുത്ത വഹാബിയായ KM സീതി സാഹിബിനെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, സീതി സാഹിബിനെ ആ ലീഗ് നേതാവ് കൊടുത്തത്. ആരാ സീതി സാഹിബ് നിങ്ങൾക്കറിയോ? സീതി വക്കീൽ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു അഡ്വക്കറ്റ് കൂടിയാ, കടുത്ത വഹാബിയ. അതിനൊറ്റ ഉദാഹരണം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 1933 ഫറൂഖ് സമ്മേളനം. ആ സമ്മേളനം ഇവര് ഈ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് സ്റ്റേ കൊണ്ടുവന്നതിന്റെ പേരിൽ സമ്മേളനത്തിന് കുറെ ഭീഷണി വന്നപ്പോ, ഭീഷണി വരുമ്പോ ഞമ്മക്ക് വലിയ ആവേശം ഉണ്ടാകുമല്ലോ, എതിർപ്പ് വരുമ്പോഴാ ഞമ്മക്ക് വലിയ ആവേശം ഉണ്ടാകല്ലേ. എതിർപ്പില്ലെങ്കിലോ ഞമ്മക്ക് ആവേശം കുറഞ്ഞു. ഒരു എതിർപ്പില്ലാത്ത ഘട്ടത്തിൽ സമ്മേളനം നടത്തിയാൽ മക്കളില്ലാതെ വെച്ചെടുക്കും പോലെ എന്നറിയും നമ്മള്. ആ കരുത്തത്തിന് പിന്നെ ഒരു ഹരമില്ലല്ലോ. അതുപോലെ ഒരു ഹരം ഉണ്ടാവില്ല, നമുക്ക് എതിർപ്പ് വേണം. അപ്പൊ ഈ എതിർപ്പോടുകൂടെ ഈ സമ്മേളനം നടത്തിയപ്പോ 1933 സമ്മേളനം പമ്പിച്ചൊരു ചരിത്ര സംഭവമായി മാറി. ഇത് വഹാബിയൊക്കെ വലിയ ക്ഷീണായി. അവരെന്ത് പണി ചെയ്തെന്നറിയോ? തൊട്ടടുത്ത ദിവസം കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു സമ്മേളനം വെച്ചു. ജനങ്ങളെ പറ്റിക്കുന്ന സമ്മേളനം വഹാബികളെ വെച്ചത്. അതിന് ഈ വഹാബി നേതാക്കന്മാരുടെ പേരും കോഴിക്കോട് ടൗണിലെ 2 സുന്നി മുതലാളിമാരുടെ പേരും നോട്ടീസ് കൊടുത്തു. അത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ, ആള് കൂടാൻ വേണ്ടി. അപ്പൊ ഫറൂഖിന് ഈ സംഭവം നടന്നതിന് ശേഷം സുന്നികളും മുജാഹിദുകളും കൂടി നടത്തുന്ന സമ്മേളനം എന്നുള്ള നിരക്ക് നോട്ടീസിൽ പറഞ്ഞ ടൈം ആകുമ്പോഴേക്കും ടൗൺ ഹാളും പരിസര പ്രദേശവും അങ്ങോട്ട് നിറഞ്ഞു കവിഞ്ഞു ആളുകൾ. പക്ഷെ നോട്ടീസിൽ അധ്യക്ഷനാരാണെന്നോ ഉദ്ഘാടകനാരാണെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ സമ്മേളനം തുടങ്ങാൻ നേരം നോട്ടീസിൽ പല സുന്നി മുതലാളിമാരിലൊരു കോയ ഹാജി എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ വേഗം മൈക്കിന്റെ ഏരിയത്തേക്ക് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞ്, സഹോദരന്മാരെ, ഇന്നിവിടെ ഒരു സമ്മേളനം നടക്കുന്നത് നിങ്ങൾ നോട്ടീസ് മുഖേന അറിഞ്ഞിട്ടുണ്ടാവും. ആ നോട്ടീസിൽ പലരും പ്രസംഗിക്കുന്നുണ്ട്,
ഞാനും ഇതില് പ്രാസംഗികനായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അധ്യക്ഷനോ ഉദ്ഘാടകനോ ഒന്നും നോട്ടീസിൽ കാണാത്തത് കൊണ്ട് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഞാനാകുന്നു എന്നൊരൊറ്റ പ്രഖ്യാപനം. പിന്നെ അവിടെ നടന്നത് ബദറുൽ കുബറി അടിയോടടിയാ. പിന്നെ അവിടെ നടന്നത് കുഴപ്പമായി. അവിടെ അലങ്കോലപ്പെട്ട സമ്മേളനം പിരിച്ചുവിടേണ്ടി വന്നു. അന്നേറെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് ഈ KM സീരി സാഹിബ് എന്ന് പറഞ്ഞ മനുഷ്യൻ. അയാൾ ചെയ്ത പണി എന്താണെന്ന് അറിയാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അന്ന് മലബാറിലോ കേരളത്തിൽ തന്നെ ഇല്ലാത്ത, അല്ലെങ്കിൽ കോഴിക്കോട് ടൗണിലില്ലാത്ത സമസ്തയുടെ നേതാവായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ ഒന്നാമത്തെ പ്രതിയാക്കിക്കൊണ്ടിട്ട് കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ള കടുത്ത വഹാബിയാണ് KM സീരി സാഹിബ് എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യൻ. അയാളെയാണ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് കേരളത്തിൽ ആദ്യമായി ഭരണത്തിലേക്ക്, സ്പീക്കർ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ചിന്തിക്കണം. പിന്നെ അയാൾ മരിച്ചുപോയി. പിന്നെ CH മുഴുവൻ സ്പീക്കറായി. അങ്ങനെ പിന്നെ CH ലീഗിന്റെ തീരുമാനം അനുസരിച്ചിട്ട് രാജിവെച്ചു. 65 തെരഞ്ഞെടുപ്പിൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 67 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലാണ് ലീഗുകാർ പിന്നെ വന്നിട്ടുള്ളത്. ലീഗിന് പിന്നെ ആ വരേലിയൊന്നുമില്ല. കോണിയാണല്ലോ ചിഹ്നം. കോണി എന്നല്ല എവിടെങ്കിലും ഒന്ന് ചാരണം. സ്വന്തം നിലനിൽപ്പില്ലാത്ത സാധനമാണ് ഈ കോണി എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ മേൽ ചാരിയൊക്കെ മന്ത്രിസ്ഥാനം കിട്ടുന്നില്ല. അപ്പം പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കൊണ്ടുപോയി ചാരിയപ്പം വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും കിട്ടിയവ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഈ വഹാബികളെ സംബന്ധിച്ച്